ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയാണ് നോക്കുന്നത്. 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ഫസ്റ്റ് പാർട്ടില് ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണല്ലോ കേട്ടോ. ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ, അതുപോലെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, മാനവ വിഭവ ശേഷി രാഷ്ട്ര പുരോഗതിക്കായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ള ഈ ഒരു 1ാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഈ ഒരു പാഠഭാഗം പ്രധാനമായിട്ടും ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളായി പല വഴികളിലൂടെ ഈ നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങളും വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സംസ്കാര വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ വിവിധ തരം സംസ്കാരങ്ങളാണല്ലോ അല്ലെ, അത് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. അപ്പൊ വടക്കു ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല. ഓക്കെ, അപ്പൊ വടക്കു ഭാഗത്തായിട്ട് നമുക്ക് പറഞ്ഞു, വടക്കു ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല എവിടെയാണ്? വടക്കു ഭാഗത്ത് അല്ലെ. അതിന് തൊട്ടു തെക്കായിട്ട്, തൊട്ടു താഴെയായിട്ട് ഫലഭൂഷ്ടവും വിശാലവുമായ സമതല പ്രദേശമാണ് പടിഞ്ഞാറ് മരുപ്രദേശം. മധ്യഭാഗത്ത് നിന്നാണ് അതിവിശാലമായ പീഠഭൂമി. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, പിന്നെ ദ്വീപ സമൂഹങ്ങൾ. ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി ട്ടോ. അപ്പോ ഈ വൈവിധ്യവും രാജ്യത്തിന്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വൈവിധ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിന്റെ ഒരു നേർത്ത നൂല് കൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളും ഉണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഭൂപ്രകൃതി സവിശേഷതകളാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 5ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, അതുപോലെ തീരസമതലങ്ങളും ദ്വീപുകളും ട്ടോ. അപ്പൊ ഇത് 5ഉം പഠിക്കണേ, കൃത്യമായിട്ട് പഠിക്കണം. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ്. ഉത്തരപർവ്വത മേഖല. ഈ ഒരു മാപ്പ് നോക്കിയാൽ നമുക്കറിയാം, ഈ ഒരു ബ്രൗൺ കളറിൽ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് കേട്ടോ. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഉത്തരേന്ത്യൻ സമതലം കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി കേട്ടോ. ഇത്രയും ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പിന്നെ തീരസമതലങ്ങൾ, ഇന്ത്യയുടെ പടിഞ്ഞാറും തെക്കും അതുപോലെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് തീരസമതലങ്ങൾ കാണാൻ പറ്റും. പിന്നെന്താണ്? ദ്വീപുകൾ അല്ലെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഫസ്റ്റ് നമുക്ക് ഉത്തരപർവ്വത മേഖല നോക്കട്ടോ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പാമീർ പർവ്വതക്കെട്ടാണ്. അതിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ നമുക്ക് കാണാൻ പറ്റൂലെ. ഓക്കെ, അപ്പൊ ഇതാണ് പാമീർ പർവ്വതക്കെട്ട്. ഓക്കെ, അപ്പൊ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകളാണ് ഹിന്ദുക്കുഷ്, ടിയാൽ ഷാൻ, അതുപോലെ കുല്ലുനൊക്കെ. ഓക്കെ, അതിന് തൊട്ട് താഴെ കാരക്കോറം, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ കാണാൻ പറ്റൂലെ. ഇത് എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്? ഇന്ത്യയുടെ കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് കേട്ടോ. ഓക്കെ,
താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ ഒരു പർവ്വതനിരകൾ. അപ്പൊ ശിലാപാളികൾക്ക് വനനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ. ഓക്കെ, അപ്പൊ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് സിന്ധു നദി മുതൽ പടിഞ്ഞാറ് ഇവിടെ സിന്ധു നദി മുതൽ കിഴക്ക് എന്താണ് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഉത്തരപർവ്വത മേഖല. ഓക്കെ, അപ്പൊ ഈ ഒരു പർവ്വത മേഖലക്ക് 150 മുതൽ 200 കിലോമീറ്റർ വരെ വീതി ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഉത്തരപർവ്വത മേഖല അതിന്റെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ കേട്ടോ. ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. എന്താണ് ഈ മടക്കു പർവ്വതങ്ങൾ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫോൾഡ് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ മടക്കു പർവ്വതങ്ങൾ എന്താണ്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ഇവിടെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് എന്താണ്? വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പൊ ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങിയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുള്ളത്. ഈ ഒരു പ്രക്രിയയാണ് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു മാപ്പിലും എന്താണ് സൂചിക തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ റെഡ് കളറിൽ കാണിപ്പിച്ചത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങളാണ്. ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്നത് നമുക്ക് ഹിമാലയം പർവ്വത നിരകളാണ്. അതുപോലെ എന്താണ് കിഴക്കൻ കുന്നുകളാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഈ ഒരു ഗ്രീൻ കളറിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ റെഡ് കളർ ഏതൊക്കെയാണ്? ഇവിടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ കൊടുത്തിട്ടുണ്ട്. ഈ മലനിരകളൊക്കെ എന്തിന്റെ? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ ഹിമാലയമാണ് രണ്ടാമത്തെ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്ന് പറഞ്ഞു. ഇനി ഹിമാലയത്തിന്റെ ഭാഗമാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഇത്രയും ഭാഗം, ഏറ്റവും കൂടുതൽ ഭാഗം ഹിമാലയത്തിന്റെ ഭാഗമാണ് കാണാൻ പറ്റുന്നത്. പിന്നുള്ളത് കിഴക്കൻ കുന്നുകൾ. കിഴക്കൻ കുന്നുകൾ നമുക്ക് ഇവിടെ പട്കായ് ബൂം, അതുപോലെ നാഗ കുന്നുകള്, ജയന്തിയ, മേഘാലയ, ഖാസി, ഗാരോ, ഇതൊക്കെ കിഴക്കൻ കുന്നുകൾ പെടുന്നതാണ്. അപ്പൊ ഇത്രയും ഭാഗം മൊത്തത്തിൽ നമുക്ക് ഉത്തരപർവ്വത മേഖല എന്ന് പറയാം. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഇത്രയും ഭാഗം എന്താണ്? ട്രാൻസ് ഹിമാലയമാണ്. പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ നീളത്തിൽ കാണപ്പെടുന്ന ഹിമാലയം നിരകള്, പിന്നെ കിഴക്കൻ കുന്നുകള്. അപ്പൊ ഇവിടെ എഴുതാനുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതങ്ങളുടെ സ്ഥാനവുമാണ് കൊടുത്തത് അല്ലെ. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ട്രാൻസ് ഹിമാലയാണ് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയത്തിലാണ് 3 പർവ്വത നിരകളുള്ളത്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, ഇതിന് ഈ ഒരു മേഖല എന്താണ്? ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ട്രാൻസ് ഹിമാലയത്തിനെയാണ്. ഓക്കെ, ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ഓക്കെ, അപ്പൊ എത്രയാണ് ഉയരം പറയുന്നത്? 3000 മീറ്റർ ആണ്. 3000 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ എന്താണ്? ഏകദേശം 40 കിലോമീറ്റർ വീതിയും അതുപോലെ 965 കിലോമീറ്റർ നീളവുമുണ്ട്. ഓക്കെ, അപ്പൊ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ എന്താണ്? പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് നമ്മൾ കണ്ടത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട് കേട്ടോ. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും പറയുന്നു. അപ്പൊ സിവാലിക് ആണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് കേട്ടോ. അതിന് 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഓക്കെ, അപ്പൊ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചത് സിവാലിക് ആണ്. ഏറ്റവും പുറമേ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സിവാലിക് ആണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. സിവാലിക്കിന്റെ വീതി എത്രയാണ്? 60 മുതൽ 180 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഓക്കെ, ഇങ്ങനെ പഠിച്ചു പോകട്ടോ. നെക്സ്റ്റ് സിവാലിക്കിന് വടക്കായിട്ട്, സിവാലിക് ഇതിപ്പോ സിവാലിക് ആണ് ഏറ്റവും തെക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഈ 3 ലൈന്. ഓക്കെ, ഏറ്റവും തെക്കായിട്ട് കാണുന്നത് സിവാലിക് ആണ്. സിവാലിക്. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ട് വടക്കായിട്ട് തൊട്ട് മുകളിലായിട്ടുള്ളത് ഏതാണ്? അതായത് സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ. ഓക്കെ, ഇത് ഹിമാചലാണ് കേട്ടോ. ഹിമാചൽ.
ലെസർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ ഇത് 60 മുതൽ 150 കിലോമീറ്റർ വീതിയാണ് സിവാലിക്കിനുള്ളത്. എന്നാൽ ഹിമാചലിന് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. അത് ലെസർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പിന്നെ ഏറ്റവും മുകളിലായിട്ട്, അതായത് ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്, ഹിമാദ്രി. അതുകൊണ്ട് തന്നെ അതിനെ ഈ എന്ത് പറയും, ഇന്നർ ഹിമാലയം അല്ലെങ്കിൽ എന്താണ് ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് കേട്ടോ. ഇന്നർ ഹിമാലയം അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. അപ്പൊ ഇവിടെ മാപ്പ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താ അതായത് 3 ലൈനുകൾ ഇങ്ങനെ സമാന്തരമായിട്ട് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. സിവാലിക്കിന് എന്തൊക്കെയാണ്? ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. ഏറ്റവും തെക്കായിട്ട് ഹിമാചൽ, അതായത് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് സിവാലിക്കാണ്. അതുപോലെ എന്താണ്, ഹിമാചൽ നമ്മൾ പറഞ്ഞു ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് അല്ലെ. അപ്പോ പിന്നെ ഓരോന്നിന്റെയും വീതിയും ഉയരമൊക്കെ പഠിക്കണേ. പിന്നെ ഹിമാദ്രി എന്താണ്, ഹിമാദ്രി എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ. ഓക്കെ. ഇനി ഓരോന്നിന്റെ ഉയരം കൂടി ഒന്ന് നോക്കല്ലേ. ജസ്റ്റ് നോക്കാം, ഒന്നുകൂടി പറയാം. എന്താണ് സിവാലിക്കിന്റെ ഉയരം നമ്മൾ പറയുന്നില്ല, ഇവിടെ വീതിയാണ് പറയുന്നത്. ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ. എന്നാല് സിവാലിക്കിന് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരമുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് ഹിമാദ്രിക്കോ 6100 മീറ്ററിന് മുകളിൽ ഉയരമുണ്ട് എന്നാണ് പറയുന്നത്. വീതി 25 കിലോമീറ്റർ ആണ് ഹിമാദ്രിക്കുള്ളത്. ഇനി ഹിമാലയത്തിന്റെ പിറവി, ലോകത്തിന്റെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ. എന്തുകൊണ്ടാണ്? എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്? അല്ലെ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം കേട്ടോ. ഓക്കെ, ശിലാമണ്ഡലം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂവൽക്കവും അതുപോലെ മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായതിനാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ പ്ലേറ്റ് ആയിട്ടാണ് ഉള്ളത് അല്ലെ. ഇങ്ങനെയുള്ള ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവും ഉള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. പറഞ്ഞിട്ടുള്ളത് ഇവ വൻ കരഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഇങ്ങനെയുള്ള ശിലാമണ്ഡല ഫലകങ്ങൾക്ക് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഈ ഒരു ശിലാഫലങ്ങൾക്ക് വലനം അല്ലെങ്കിൽ ഫോൾഡിങ് സംഭവിച്ചിട്ടാണ് എന്ത് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു എന്താണ് വലനം അല്ലെങ്കിൽ ഫോൾഡിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ എന്താണ് ഹിമാലയം കൂടുതൽ എന്താണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഭൗമശിലാപാളികളുടെ ചലനം ആണ് ഇതിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. അപ്പം വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. അപ്പൊ 3 തരം ഫലക സീമകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇനി ഓരോന്നും നോക്കാം. എന്താണ് സംയോജക സീമ? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് കേട്ടോ. അടുക്കുന്ന അതിരുകളെയാണ് സംയോജക സീമ എന്ന് പറഞ്ഞാല്. വിയോജക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ്. ഛേദക സീമ ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ് ഛേദക സീമ. ഓക്കെ. അപ്പൊ സംയോജ സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങൾ. അപ്പൊ മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് സംയോജക സീമകളിലാണ് കേട്ടോ. സംയോജക സീമകളിലെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത് തമ്മിൽ അതായത് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ എന്താണ് ഒന്നിനടിയിലായിട്ട് ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ.
ഇങ്ങനെയുള്ള ഫോൾഡിങ് ഫലനം സംഭവിക്കുന്നത് മൂലമാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ സംയോജക സീമകളിലാണ് കേട്ടോ. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലനിന്ന തെത്തിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണത്തെ പറ്റിയാ പറയുന്നത്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു കേട്ടോ. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെ വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിന് അടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെത്തിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഈ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു രൂപീകരണത്തെ പറ്റി. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി സംയോജക സീമകളാന്ന് പറഞ്ഞു അല്ലെ. കൂട്ടിമുട്ടി ഇതെന്താണ്, ഇടയിലായിട്ട് നിലനിന്ന ടെത്തിസ് സമുദ്രം സമുദ്രത്താൽ അടിത്തട്ട് മടങ്ങി മുകളിലേക്ക് പൊങ്ങിയാണ് നമുക്ക് ഈ ഒരു ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളാണ് കേട്ടോ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആയമേറിയ താഴ്വരകൾ അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത് കേട്ടോ. ഇവ ഏതെല്ലാം എന്ന് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നുണ്ട് അല്ലെ. ഹിമാലയൻ നദികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ഹിമാലയൻ നദികൾ എങ്ങനെയുള്ളതായിരിക്കും? ഇത് ആയമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളായിരിക്കും കേട്ടോ. ഓക്കെ, താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നദികളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇവിടെ ഗിരികന്ധരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഹിമാലയ നിരക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരാണ്. ആയമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ഓക്കെ, അപ്പൊ സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ഹിമാലയ പർവ്വതനിരകൾ പ്രാദേശിക വിഭാഗങ്ങളാണല്ലേ. നമ്മൾ പറഞ്ഞു ഹിമാലയത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം എന്നും, മധ്യ ഹിമാലയം എന്നും, കിഴക്കൻ ഹിമാലയം എന്നും. ഹിമാലയം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു വയലറ്റ് കളറിൽ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ഇങ്ങനെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം. ഈ ഒരു ഓറഞ്ച് ഈ ഒരു കളറിൽ കാണപ്പെടുന്നതാണ് മധ്യ ഹിമാലയം കേട്ടോ. ഓക്കെ, ഇത് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം ഏതാ കളർ? ഗ്രീൻ കളറിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പടിഞ്ഞാറൻ ഹിമാലയം. ഓക്കെ, ഹിമാലയ മേഖല വേർതിരിക്കുന്ന നദികളാണ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയം ഏതൊക്കെ നദികളെ തമ്മിൽ വേർതിരിക്കുന്നത്? സിന്ധു, കാളി നദി. സിന്ധു നദിയെയും കാളി നദിയെയും വേർതിരിക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയമാണ്. മധ്യ ഹിമാലയം കാളി നദിയെയും ടീസ്റ്റ നദിയെയും വേർതിരിക്കുന്നുണ്ട്. കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദിയെയും ബ്രഹ്മപുത്ര നദിയെയും വേർതിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. സിന്ധു നദിയെയും കാളി നദി ഇവിടെ കാണാൻ പറ്റൂലേ, കാളി നദി. അപ്പൊ സിന്ധു നദിയെയും കാളി നദിയെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്ത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കാളി നദിയെയും അതുപോലെ ടീസ്റ്റ നദി ഇവിടെ കാണാൻ പറ്റില്ല. ടീസ്റ്റ നദി കാളി നദിയെയും ടീസ്റ്റ നദിയെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്ത്? ഈ ഒരു മധ്യ ഹിമാലയം എന്ന് പറഞ്ഞാൽ മധ്യ ഹിമാലയം. പിന്നെ ടീസ്റ്റ നദിയെയും അതുപോലെ എന്താണ് ബ്രഹ്മപുത്ര നദിയെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം കേട്ടോ. ഓക്കെ, ബ്രഹ്മപുത്ര നദിയെ തമ്മിൽ വേർതിരിക്കുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം. ഇത് പഠിക്കണേ. ഇനി ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി, ഗാഗര നദിയുടെ പോഷക നദി കേട്ടോ. ഗാഗര നദിയുടെ പോഷക നദിയാണ് കാളി നദി. ഓക്കെ, ഗാഗ്ര നദി എന്ന് പറയട്ടെ. ഗാഗ്ര എന്ന് കൊടുത്തിട്ടുണ്ട്, ഗാഗ്ര എന്നും ഉണ്ടാവാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാഗ്ര എന്നും ചോദിക്കാറുണ്ട്. ഓക്കെ,
അപ്പൊ ഇവിടെ എന്താണ് ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി അല്ലെങ്കിൽ ഗാഗ്ര നദിയുടെ പോഷക നദിയായിട്ട് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. അപ്പൊ നമ്മൾ ഈ പഠിച്ച പടിഞ്ഞാറൻ ഹിമാലയമില്ലേ, ഓക്കെ, പടിഞ്ഞാറൻ ഹിമാലയം ഇതിനെ തന്നെ നമുക്ക് 3ആയിട്ട് തിരിക്കാം എന്നാണ് പറഞ്ഞത് കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓക്കെ, കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു സിന്ധു നദിയെയും കാളി നദിയെയും വേർതിരിക്കുന്നതാണ് എന്ത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചത്? കാശ്മീർ ഹിമാലയം അല്ലെ. അപ്പൊ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ പിന്നെ ഏതൊക്കെയായിരുന്നു? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ കാശ്മീരാണ്. അപ്പൊ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്തുള്ള ഭാഗത്താണ് നമ്മൾ കാശ്മീർ ഹിമാലയം പറയുന്നത്. ജമ്മു കാശ്മീർ ലഡാക്ക് ഭാഗത്തൊക്കെ. ഇപ്പൊ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുണ്ട്. ഇപ്പൊ മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവ. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്കറിയാം ഈ ഒരു ഗ്രീനിൽ കളറിൽ കാണുന്ന ഇത്രയും പ്രദേശമാണ് കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കുന്നുകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, അതുപോലെ സസ്കർ, പിന്നെ പീർ പഞ്ചൽ അല്ലെ, പീർ പഞ്ചൽ. ഓക്കെ, അപ്പൊ ഇത്രയാണെന്ത് ഈ ഒരു കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന മലനിരകൾ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ മൗണ്ട് കേറ്റ് ആണ്, അല്ലെ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ. എത്രയാണ് മീറ്റർ? 8611 മീറ്റർ ആണ് കേട്ടോ. 8611 മീറ്റർ ആണ് എന്തിന്റെ ഉയരം? മൗണ്ട് കേറ്റുവിന്റെ ഉയരം. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കാരക്കോറം നിരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന കാരക്കോറം നിരയിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരയിലാണ്. ഓക്കെ, ഇനി സിയാച്ചിൻ, അതുപോലെ തന്നെ സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ് കേട്ടോ. ഏതൊക്കെയാണ്? സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയവ ഈ ഒരു കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികളാണ്. ഇപ്പൊ സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ഥലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമുദ്രമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് ഹിമാനികളാണ് അല്ലെ. സിന്ധു നദികളുടെ പോഷക നദികൾ ഏതൊക്കെയാണ് നമുക്കറിയാം? തലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജില. ഇതില് രവി, തലം, ചിനാബ് തുടങ്ങിയവയില് വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് സിയാച്ചിൻ, ബോൾട്ടാരോ എന്നീ ഹിമാനികളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കാശ്മീർ ഹിമാലയത്തിലാണ് ഇത് സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയ ഹിമാനികള്. അപ്പൊ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. ഓക്കെ, അപ്പൊ പർവ്വതനിരകൾ മുറിച്ചുകടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പീർപഞ്ചാൽ പർവ്വതനിരക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏത് പർവ്വതനിരയാണ്? ബനിഹാൽ ചുരം കേട്ടോ, ബനിഹാൽ ചുരം. ഓക്കെ, അപ്പൊ ഇതാണ് പീർപഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരം കേട്ടോ, ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇനി ഇവിടെ സിയാച്ചിൻ ഹിമാനി കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നു.
ഇനി ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ ട്ടോ. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ദാൽ തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ഏതാണ്? ശ്രീനഗർ ആണ്. അപ്പൊ കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. അപ്പൊ തോണികളാണ് ഷികാര തോണികൾ ട്ടോ, ഷികാര തോണികൾ. ഇനി ഇവിടെ ഗുൽമാർഗ് എന്താന്ന് കൊടുത്തിട്ടുണ്ടോ? എന്താ ഗുൽമാർഗ്? പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പൊ ഈ ഗുൽമർഗ് എവിടാണ്? നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സോൺമർഗ്, ഗുൽമർഗ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മർഗുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കാശ്മീർ ഹിമാലയം കഴിഞ്ഞു. അടുത്തത് ഹിമാചൽ ഹിമാലയാണ് ട്ടോ. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഇപ്പൊ ഈ ഒരു വേർഡ് ആയിട്ട് കണക്ട് ചെയ്യല്ലേ. അതായത് ഹിമാചൽ ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ഏതൊക്കെ? ചിനാബ്, രവി, ബിയാസ് ട്ടോ. ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണിത് ദൗളധാർ. അപ്പൊ ദൗളനാഥ് പർവ്വത നിരകള് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഹിമാലയത്തിലാണ്. അപ്പൊ ഏതൊക്കെ? ദൗളധാർ, പീർ പഞ്ചാൽ തുടങ്ങിയവ. ദൗളധാർ, പീർ പഞ്ചാൽ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഹിമാലയം. അപ്പൊ പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാൻ പറ്റും ട്ടോ. അപ്പൊ ചന്ദ്രതാൽ, സൂരജ്താൽ എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പൊ ഏതാണ്? ചന്ദ്രതാൽ, സൂരജ്താൽ എന്നീ ശുദ്ധജല തടാകങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ ഹിമാലയത്തിലാണ്. ഓക്കെ, മാറിപ്പോവരുത്. ദൗളധാറും പീർപ്പഞ്ചാലും എന്താണ്? പർവ്വത നിരകളാണ്. ചന്ദ്രതാൽ, സൂരജ്താൽ ഒക്കെ എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ്. അപ്പൊ ഇവയൊക്കെ എവിടാണ് കാണപ്പെടുന്നത്? ഹിമാചൽ ഹിമാലയം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചാല ചുരവും കുളു തായ്വരെ, ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റൊഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അപ്പൊ നമ്മൾ ചുരങ്ങൾ പഠിക്കുമ്പോൾ ഏതൊക്കെ? ബാരാലാച്ചാല ചുരം പഠിക്കാനുണ്ട്. അതുപോലെ എന്താണ്? റൊഹ്താങ് ചുരം. അപ്പൊ ബാരാലാച്ചാല ചുരം ഏത് തായ്വരകളെയാണ് ബന്ധിപ്പിക്കുന്നത്? കുളു തായ്വരെ, ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായി ബന്ധിപ്പിക്കുന്നതാണ് റൊഹ്താങ് ചുരം. അതുപോലെ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചാല. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചാല ചുരമാണ്. കുളു തായ്വരെ, ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായി ബന്ധിപ്പിക്കുന്നത് റൊഹ്താങ് ചുരമാണ്. ഇത് രണ്ടും എവിടാണ്? ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ് ട്ടോ. അപ്പൊ നമ്മള് കാശ്മീർ ഹിമാലയത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ പ്രധാനപ്പെട്ട ചുരം ബനിഹാൽ ചുരമായിരുന്നു. അത് ജമ്മുവിനെ കാശ്മീർ തായ്വരയായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ ചുരം. ബാരാലാച്ചാല എന്താണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. റൊഹ്താങ് ചുരം എന്താണ്? ലാഹുൽ സ്പിതി എന്നീ തായ്വരകളെ റൊഹ്താങ് ചുരം കുളു തായ്വരെ, ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പഠിക്കാനോട്ടെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ തായ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ഓക്കെ, അതൊക്കെ ഹിമാചൽ ഹിമാലയത്തിലാണ്. കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ തായ്വരകളുണ്ട്. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവ എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ഹിമാചൽ ഹിമാലയത്തിലാണ് ട്ടോ. അപ്പൊ ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചുടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നീരുറവകൾ എങ്ങനെയാ ഇവിടെ രൂപപ്പെടുന്നത്? മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭ ജലത്തിന്റെ ഭാഗമാകുന്നു. അപ്പൊ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശീലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ് ചൂടുനീരുറവകൾ. അപ്പൊ ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗങ്ങളിൽ ധാരാളം ചുടുനീരുറവകൾ കാണാൻ പറ്റും ട്ടോ. നുബ്ര തായ്വര, മണികരണ്, അതുപോലെ ഗിർ ഗംഗയൊക്കെ ഈ ഒരു ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ചുടുനീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു ട്ടോ. ഹിമാചൽ പ്രദേശിലെ മണികരന് ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. മണികരൺ എന്താണ്? ഇങ്ങനെ ചുടുനീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മണികരൺ ആണ് ട്ടോ. മണികരൺ ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ ഇതൊക്കെ എവിടെയാണ്? ഹിമാചൽ ഹിമാലയത്തിലാണ്. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയം
അപ്പൊ ഹിമാചൽ ഹിമാലയ ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയായിരുന്നു തായ്വരകൾ? കുളു, കാംഗ്ര, ലഹുൽ തുടങ്ങിയ മനോഹരമായ തായ്വരകളുണ്ട്. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങൾ ഷിംല, മണാലി എന്നിവ. ഓക്കെ, പിന്നെ ഉറവകൾ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രധാന ചുരങ്ങൾ റൊഹ്താങ് ചുരം, ബാരാലാച്ചാല ചുരം, അതുപോലെ ദൗളധാർ, പീർപഞ്ച തുടങ്ങിയ പർവ്വത നിരകള്. പിന്നെ ഏതൊക്കെ നദികള്? ചിനാബ്, രവി, ബിയാസ് എന്നിവ. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ കേട്ടോ. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുവമോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സത്ലജ് ഏതൊക്കെ നദികളാണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ ഉള്ളത്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുവമോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ്. ഇതൊക്കെ എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലുള്ള കൊടുമുടികളാണ്. ഇനി ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമായ ഗംഗോത്രിയും യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ഓക്കെ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഏതൊക്കെ നദികളാ പറഞ്ഞത്? ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. നൈനിതാല്, ഭീംതാല് തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ലെസർ ഹിമാലയത്തിലും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ തായ്വരകളാണ് ദൂണുകൾ. ദൂണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ദൂണുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? സിവാലിക് അതായത് ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിലാണ് കാണപ്പെടുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദെറാദൂൺ ഇതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദൂണാണ്. ദെറാദൂൺ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. നമ്മൾ കാശ്മീർ ഹിമാലയ ഇപ്പൊ പഠിച്ചപ്പോൾ നമ്മൾ ഗുൽമാർഗുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ ബുഗ്യാൽ എവിടാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കേട്ടോ. അതായത് ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. അപ്പൊ ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ദയാര ബുഗ്യാല്, ഗോർസോൺ ബുഗ്യാലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ബുഗ്യാലും ആട്ടിടയന്മാരും. ഹിമാലയത്തിന്റെ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ വൃക്ഷരേഖക്കും ഹിമാലയ രേഖക്കും ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഗഡ്വാൾ മേഖലയിലെ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായിട്ട് മാറുന്നു. ഈ അവസരങ്ങളിൽ തായ്വരകളിൽ നിന്ന് ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായിട്ട് ബുഗ്യാലുകളിൽ എത്തുന്നു. തായ്വരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ അവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലം ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ തായ്വരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം തായ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മഞ്ഞുകാലം ആരംഭത്തോടെ എന്താണ്? മലയിറങ്ങുകയാണ് ചെയ്യുന്നത്. അടുത്ത സീസൺ വരെ തായ്വരകളിലാണ് വസിക്കുന്നത്. അപ്പൊ വളർത്തുമൃഗങ്ങളോടൊപ്പം തായ്വരകളിലേക്കും അതുപോലെ തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബുഗ്യാൽ എവിടാണ് കാണപ്പെടുന്നത്? എവിടാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്? ഉത്തരാഖണ്ഡ് ഹിമാലയം, അതുപോലെ ഹിമാചൽ ഹിമാലയം, അതുപോലെ എന്താണ് കാശ്മീർ ഹിമാലയവും പഠിച്ചില്ലേ? കാശ്മീർ ഹിമാലയം. അപ്പൊ ഇതൊക്കെ എവിടെയാണ് ഒന്നുകൂടി നോക്കാം. ഈ ഒരു ഗ്രീൻ കളറിൽ ഇവിടെ കാണുന്നതാണ് നമുക്ക് പറയാം ഏതാണ്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെയാണ് ഈ ഒരു പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഈ കാശ്മീർ ഹിമാലയം എന്ന് നമുക്കറിയാം കാശ്മീർ ലഡാക്ക് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മഞ്ഞു മൂടിയ കൊടുമുടികളും തായ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാ? കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ. അതുപോലെ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് നമ്മൾ പറഞ്ഞു? കാരക്കോറത്തിലാണല്ലേ.
ഇനി പിന്നെ എന്തൊക്കെയാ പറഞ്ഞു, ഹിമാനികൾ പ്രധാനപ്പെട്ട സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയ ഹിമാനികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഹിമാനികളാണ് എന്ത്, സിന്ധു നദികളുടെ പോഷക നദികളായ രവി, ഥലം, ചിനാബ് നദികൾക്ക് സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് സിയാച്ചിൻ, ബോൾട്ടാരോ എന്നീ നദികളാണ്. പിന്നെ ചുരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ചുരമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു, ബനിഹാൽ ചുരം അല്ലെ. ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പിന്നെ സിയാച്ചിൻ ഹിമാനി നമ്മൾ പറഞ്ഞു. ഇനി ശുദ്ധജല തടാകങ്ങളിൽ പ്രധാനമായിട്ടും ധാരാളമുള്ള കാശ്മീരി ഏറ്റവും പ്രധാനപ്പെട്ട തടാകം ദാലാണെന്ന് പറഞ്ഞു. അതുപോലെ ദാൽ തടാകത്തിന്റെ കരയിലുള്ള പ്രധാനപ്പെട്ട പട്ടണം ശ്രീനഗർ എന്ന് പറഞ്ഞു അല്ലെ, ശ്രീനഗർ. ഓക്കെ, പിന്നെ ഷികാര തോണികൾ പറഞ്ഞു. ഇനി ഗുൽമർഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് കാശ്മീർ താഴ്വരയിലെ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് എന്ത്, മർഗുകൾ എന്ന് പറയുന്നത് കേട്ടോ. മധ്യകാലങ്ങളിൽ മഞ്ഞു പൂടപ്പെടുന്ന മർഗുകൾ സ്കീം പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ സോൺമർഗ്, ഗുൽമർഗ് ഒക്കെ. ഇനി എന്താ പറയുക, ഹിമാചൽ ഹിമാലയം നമ്മൾ പറഞ്ഞു. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്താണുള്ളത്. അതുപോലെ അവിടുത്തെ പ്രധാന നദികൾ ചിനാബ്, രവി, ബിയാസ് എന്നിവ പറഞ്ഞു. പിന്നെ പർവ്വത നിരകൾ ദൗളധാർ, പീർ പഞ്ചാൽ എന്ന് പറഞ്ഞു. ശുദ്ധജല തടാകങ്ങൾ ചന്ദ്രതാലും സൂരജ് താലും. ഏതാണ് പ്രധാനപ്പെട്ട 2 ചുരങ്ങൾ പറഞ്ഞു, ഹിമാലയത്തിലെ ബാരാലാച്ചാലയും റൊഹ്താങ് കേട്ടോ. ബാരാലാച്ചാല ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. റൊഹ്താങ് ചുരമോ കുളു തായ്വര, ലാഹുൽ സ്പിതി എന്നീ തായ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പിന്നെ കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ തായ്വരകൾ എവിടെയുണ്ട്, ഈ ഒരു ഹിമാലയത്തിലുണ്ട്. ഏതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാ, ഷിംല, മണാലി എന്നീ സുഖവാസ കേന്ദ്രങ്ങളും ഈ ഒരു ഹിമാലയത്തിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ചുടു നീരുറവകൾ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് മണികരൺ ആണ് കേട്ടോ. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ മണികരൺ ആണ്. അവിടെ എന്താണ്, ഈ ഒരു ചുടു നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയം പറഞ്ഞു. സത്ലജ് നദി മുതൽ കാളി നദി വരെയാണ് ഈ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പൊ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കൂവമൂൺ ഹിമാലയം എന്നും പറയുന്നുണ്ട് കേട്ടോ. പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ എന്നാണ്, കിഴക്ക് ഭാഗം കൂവമൂൺ എന്ന് അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡിന് ഹിമാലയത്തിന്റെ ആണ്. ഇതില് നന്ദാദേവി, ക്യാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് ഒക്കെ എന്താണ് ഇതിലുള്ള ഈ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഉയരമേറിയ കൊടുമുടികളാണ്. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞു, ഏതൊക്കെ നദികൾ, ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി ഹിമാനികൾ സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെ, നൈനിതാല്, ഭീംതാല്. ഇനി ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരയായ ദൂണുകൾ കാണപ്പെടുന്നുണ്ട് എവിടെ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉത്തരാഖണ്ഡിലെ ദരാദൂൺ ഹിമാലയം. പിന്നെ ബുഗ്യാൽ പറഞ്ഞു കേട്ടോ. ബുഗ്യാൽ എന്താണ്, ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് കേട്ടോ. ബുഗ്യാല് എവിടെയാണ്, ഉത്തരാഖണ്ഡ് ഹിമാലയത്തില്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ദയാര ബുഗ്യാല്, ഗോർസോൺ ബുഗ്യാല്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടാക്കിടാം. കുറച്ചൊരു വലിയ ലോങ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സും കുറച്ച് ലോങ് ആയി പോകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.